ദിനോസറുകൾക്ക് മുമ്പ് ഭൂമിയിലുള്ളവർ, ദിനോസറുകളെ അതിജീവിച്ചവർ, ആണവ വികിരണമുണ്ടായി മനുഷ്യർ ചത്തുരുങ്ങിയാൽ പോലും അവശേഷിക്കുന്നവർ, നിങ്ങളുടെ കൺവെട്ടത്തു നിന്ന് മാറി പെറ്റുപെരുകുന്നവർ, അതിജീവനത്തിൻ്റെ അടയാളമായ പാറ്റകളോട് രാജ്യത്തെ തൊഴിൽ രഹിതരായ യുവാക്കളെ താരതമ്യം ചെയ്യുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഭരണകൂടത്തിനെതിരായ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ രൂപകമായി പാറ്റകൾ മാറുമെന്ന്. അധികാരത്തിൻ്റെ കൺമുന്നിലല്ല അവ പെറ്റുപെരുകുന്നത്. അവയെ കൊന്നൊടുക്കാൻ AK-47 F-16 ബോംബറുകൾക്കോ കഴിയില്ല. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അധികാരി വർഗത്തിൻ്റെ ഉറക്കം കെടുത്താൻ പക്ഷേ ഈ പാറ്റകൾ മതി. നിലവിൽ ഓൺലൈനിലുള്ള പാറ്റകൾ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ഒരു ഓൺലൈൻ സറ്റയർ പേജായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കോക്രോച്ചുകൾ മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറി. തമാശയാണെന്ന് ആദ്യം തോന്നിയെങ്കിലും അവരുടെ മാനിഫെസ്റ്റോ ആകട്ടെ ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളായിരുന്നു. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് മടിയന്മാർ എന്നാണ് ഈ പാറ്റകൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നാണ് കോക്രോച്ചുകളുടെ പ്രധാന ആവശ്യം. എന്നാൽ കോക്രോച്ചുകളുടെ മാനിഫെസ്റ്റോ ആക്ഷേപഹാസ്യത്തിലൂടെ BJP ഭരണകൂടത്തെ ഗൗരവമുള്ള വിഷയങ്ങളിൽ റോസ്റ്റ് ചെയ്യുകയാണ്. വിരമിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകില്ല. ലോക്സഭയിലെ സീറ്റ് വർദ്ധിപ്പിക്കാതെ തന്നെ വനിതകൾക്ക് 50% സംവരണം. പൗരന്മാരുടെ വോട്ടില്ലാതാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ UAPA. കൂറുമാറുന്ന ജനപ്രതിനിധികളെ 20 കൊല്ലത്തേക്ക് അയോഗ്യരാക്കും. അദാനി, അംബാനി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. എക്സിക്യൂട്ടീവ്, കോടതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മാധ്യമങ്ങൾ, ഭരണകൂടത്തിൻ്റെ എല്ലാ തൂണുകളെയും നിർത്തിപ്പൊരിക്കുന്നു ഈ പാറ്റകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ വിദ്യാർത്ഥിയാണ്. മുൻപ് ആം ആദ്മി പാർട്ടിയുടെ വളണ്ടിയറായി പ്രവർത്തിച്ച് പരിചയമുണ്ട് ദീപ്കയ്ക്ക്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയാണ് ഈ പുതിയ പ്രതിഭാസത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം. എന്നാൽ ഓൺലൈനിൽ ആം ആദ്മി പാർട്ടിയേക്കാൾ BJPയേക്കാൾ കോൺഗ്രസിനേക്കാളൊക്കെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ കോക്രോച്ചുകൾക്ക് കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ തന്നെ BJP അങ്കലാപ്പിലാക്കിയ കോക്രോച്ചുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിരോധിച്ച് അവരടിച്ചമർത്താൻ നോക്കിയപ്പോൾ പാറ്റ പെറ്റുപെരുകും പോലെ പിന്തുണ പേജുകൾ, കോടിക്കണക്കിന് ഫോളോവേഴ്സ്. ഭരണകൂടത്തിനെതിരെ സിവിൽ സമൂഹത്തിൻ്റെ പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ ഇതിനു മുമ്പും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും സമീപ ഉദാഹരണം 2ാം UPA സർക്കാരിൻ്റെ കാലത്തെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ തന്നെ. അന്നാ ഹസാരെ തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് നീക്കുകയും BJPയുടെ വാഴ്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. അന്ന് ആ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരുന്ന കിരൺ ബേദിയെ BJP പുതുച്ചേരി ഗവർണറാക്കി. അനുപം ഖേറിൻ്റെ ഭാര്യ കിരൺ ഖേറിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കി ഡൽഹിയിൽ കോൺഗ്രസിനെ നാമാവശേഷമാക്കി. പഞ്ചാബിൽ കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു. ബാബ രാംദേവ് കോടികൾ ടേണോവറുള്ള കമ്പനി തുടങ്ങി. അന്നാ ഹസാരെ ആകട്ടെ മഹാരാഷ്ട്രയിലെ തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന് പിന്നിൽ RSS ആയിരുന്നു എന്ന് അന്ന് ആ മൂവ്മെൻറ്റിലുണ്ടായിരുന്നവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ കോക്രോച്ചുകൾക്ക് പിന്നിൽ ആരാണ്? BJPക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയാണ്. കോൺഗ്രസ് പറയുന്ന അതേ കാര്യങ്ങൾ പറയാൻ എന്തിനാണ് കോൺഗ്രസ് മറ്റൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, കോക്രോച്ചുകൾ വെറുതെ ഉണ്ടാവുകയില്ല. രാജ്യത്ത് വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരായ യുവാക്കൾ കടുത്ത അസംതൃപ്തിയിലാണ്. നീറ്റ് പരീക്ഷാക്രമക്കേട് ആ അസംതൃപ്തിയും രോഷവും ആളിക്കത്തിച്ചു എന്ന് മാത്രം. ഇത്തരം അസംതൃപ്തികൾ നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഭരണകൂടങ്ങളെ മാറ്റിമറിച്ച കാഴ്ചയും നാം കണ്ടതാണ്. നിലവിൽ മണ്ണിലേക്കിറങ്ങുന്ന പാറ്റകൾ അതുപോലെ ഒരു മുന്നേറ്റമായി മാറുമോ എന്ന ഭയത്താൽ അവർക്കെതിരെ BJP IT സെല്ലുകളും മറ്റും ടൂൾ കിറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. നീറ്റ് പരീക്ഷാക്രമക്കേട് തുറന്നുകാട്ടിയ വിദ്യാർത്ഥിയെ പോലും പാകിസ്ഥാനി എന്ന് വിളിക്കുന്നു അവർ. രാജ്യത്ത് മോദി ഭരണകൂടത്തിനെതിരായി ഉയരുന്ന അസംതൃപ്തി ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഈ പാറ്റകൾ മണ്ണിലേക്ക് ഇറങ്ങിയാൽ അത് ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പ്. കഴിഞ്ഞ 3-ാം തീയതി ഡൽഹിയിൽ ആദിവാസി പ്രൊഫഷണലുകളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പറഞ്ഞു. രാജ്യത്ത് ഒരു സാമ്പത്തിക സുനാമി ആഞ്ഞടിക്കാൻ പോകുന്നു. ഇത് മുൻകൂട്ടി കണ്ട് മോദി ഭരണകൂടത്തിലെ പ്രധാനികൾ പല പ്രധാന വിവരങ്ങളും പ്രതിപക്ഷവുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇക്കാര്യം മോദിക്കും അമിത്ഷായ്ക്കും അറിയാമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. മോദി 1 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി ആയിരിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താകും കോക്രോച്ചുകളുടെ ഭാവി? ധർമ്മേന്ദ്ര പ്രധാനെ വകുപ്പിൽ നിന്ന് മാറ്റി മോദിക്ക് മുഖം രക്ഷിക്കാനും ജനരോഷം തണുപ്പിക്കാനും കഴിയും. എന്നാൽ ദീർഘകാലമായി യുവാക്കളിൽ നിലനിൽക്കുന്ന അസംതൃപ്തി അതുകൊണ്ട് മാത്രം മറികടക്കാനാവില്ല. മണ്ണിൽ ഇറങ്ങി സമരം ചെയ്യുന്ന കോക്രോച്ചുകൾ പ്രതിപക്ഷത്തെ അപ്രസക്തരാക്കും എന്നുള്ളതാണ് മറ്റൊരു ഫലം. നിലവിൽ ഓൺലൈനിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും നേടിയ BJPക്ക് മേലുള്ള ആധിപത്യം കോക്രോച്ചുകൾക്കായി മാറും. ഇത് പ്രതിപക്ഷത്തെ ദുർബലരാക്കും. കോക്രോച്ചുകൾക്കാവട്ടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മോഹങ്ങളുമില്ല. മറ്റൊരു സാധ്യത
കോക്രോച്ചുകൾ സമരം തുടർന്നാൽ ഭരണകൂടം ശക്തി ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തും. നിലവിൽ പ്രതിസന്ധിയിലായ ഭരണകൂടം അടിയന്തരാവസ്ഥാ കാലത്തേതുപോലുള്ള അതിക്രിയകളിലേക്ക് കടക്കാൻ ഒരുപക്ഷെ കോക്രോച്ചുകളുടെ സമരം അവസരമൊരുക്കിയേക്കാം. എന്തായാലും കോക്രോച്ചുകളുടെ ഈ വരവ് ഒട്ടും ആകസ്മികമല്ല.